ശിരോവസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ സ്കൂൾ അധികൃതരുടെ നടപടികൾക്ക് വിധേയമായ പെൺകുട്ടി ഇനി ആ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ് എന്ന് രക്ഷിതാവ് ഇപ്പോൾ വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. കുട്ടിയുടെ പിതാവ് എഴുതിയ ഒരു കുറിപ്പ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വളരെ ശക്തമായിട്ട് തന്നെ സ്കൂളിനെതിരെ രംഗത്ത് വന്നുകൊണ്ട് രാവിലെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമുണ്ടായി. സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ സംഭവിക്കാൻ പാടില്ലാത്തവ സംഭവിച്ചു എന്നും ശിരോവസ്ത്രം ധരിച്ച ഒരു പ്രിൻസിപ്പൽ തന്നെയാണ് ശിരോവസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ ഒരു നടപടികൾക്കോ ഒക്കെ വിധേയമാക്കിയത്. സ്കൂളിനകത്ത് അത് തീർക്കേണ്ടതായിരുന്നു. പക്ഷേ കർണാടകയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച നമുക്കറിയാം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തിച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾക്ക് വിധേയമാകുന്നതിന് പകരം സ്കൂളിനകത്ത് അത് തീർത്തുകൊണ്ട് സാരമായി എല്ലാവർക്കും പഠിക്കുവാനുള്ള ഭരണഘടന നൽകുന്ന ഉറപ്പും ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും മതപരമായിട്ടുള്ള അവകാശങ്ങളുമൊക്കെ നിഷേധിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളായിരുന്നു ഒരുക്കേണ്ടിയിരുന്നത്. ശിരോവസ്ത്രം ധരിക്കുകയാണ് എങ്കിൽ അതിനൊരു യൂണിഫോമിറ്റി നൽകുകയായിരുന്നു അതിന് ആ ശിരോവസ്ത്രത്തിന് തന്നെ വേണ്ടിയിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്ന നടപടികളെയും വി ശിവൻകുട്ടി നിശിതമായിട്ട് തന്നെ വിമർശിച്ചു. അതോടൊപ്പം സ്കൂളിൻ്റെ അഡ്വക്കേറ്റ് എന്ന തരത്തിൽ ഒരു അഭിഭാഷക നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെയും വി ശിവൻകുട്ടി വളരെ ശക്തമായിട്ട് തന്നെ വിമർശിക്കുന്നുണ്ട്. ഒരു അഭിഭാഷകർക്ക് സ്കൂളിൻ്റെ കാര്യങ്ങൾ പറയാനുള്ള അവകാശമില്ല, അതൊക്കെ അവർ കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് ഒരു വാർത്താ സമ്മേളനം വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതോടൊപ്പം വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ആ സ്കൂളിൻ്റെ സെൻറ്റ് റിത്താസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലുടെ ഒരു വാർത്താ സമ്മേളനവും ഉണ്ടായി. പത്രക്കാരോട് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തി. നോ മോർ ക്വസ്റ്റ്യൻസ് എന്ന ഭീഷണി സന്ദേശത്തോടു കൂടിയിട്ടൊക്കെയാണ് അവരുടെ ഒരു വാർത്താ സമ്മേളനം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി സ്കൂളിൻ്റെ അഥവാ ശിരോവസ്ത്രം അഴിച്ചു വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ കുട്ടി ആദ്യമായിട്ട് സ്കൂളിലേക്ക് എങ്ങനെയാണോ എത്തിയത് അതുപോലെ ഞങ്ങൾ ആ കുട്ടിയെ പരിപാലിക്കും എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ വിചിത്രമെന്ന് പറയാം, വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടൊരു പ്രിൻസിപ്പൽ വന്ന് ആ ഒരു ശിരോവസ്ത്രം ധരിച്ച കുട്ടിയുടെ സ്കൂളിൻ്റെ മാനദണ്ഡം തെറ്റിച്ചു എന്ന തരത്തിലൊക്കെ പ്രതിപാദിക്കുമ്പോൾ അതുണ്ടാക്കുന്നൊരു പ്രത്യാഘാതവും അതോടൊപ്പം തന്നെ ആർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കുറച്ച് ആളുകൾക്കൊക്കെ നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അതിനൊരു വാർത്താ സമ്മേളനമായിട്ട് തോന്നുന്നില്ല, മറിച്ച് എന്തൊക്കെയോ അജണ്ടകൾ നടപ്പിലാക്കിയതിൻ്റെ ഒരു മേന്മ പറച്ചിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാള്യത മറക്കാനോ ഒക്കെയുള്ള ചില പ്രസ്താവനകളൊക്കെ ആയിട്ടാണ് ആ പ്രിൻസിപ്പലിൻ്റെ പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഇടയ്ക്കിടെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി, കുട്ടികളുടെ പുരോഗതിക്ക് വേണ്ടി എന്നൊക്കെ. ഒരു കുട്ടി തൻ്റെ സ്കൂളിൽ നിന്നും പോയത് സംബന്ധിച്ച് അവർക്ക് അറിയില്ല എന്നുകൂടിയുള്ള വാദമുന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ മാനസിക നില തകർത്തതിന് ശേഷം ഏത് ന്യായത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്കത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതിനിടെയാണ് ആ കുട്ടിയുടെ പിതാവ് തൻ്റെ മകൾ ആ സ്കൂളിലേക്ക് ഇനി പോകുന്നില്ല, അവൾ പറഞ്ഞയക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ FBയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത്. അതിങ്ങനെയാണ്: എൻ്റെ മകളുടെ മൗലികാവകാശമായ തല മറച്ച് സ്കൂളിൽ പോകാൻ അനുവദിക്കണമെന്ന മകളുടെ ആവശ്യത്തോട് വളരെ പോസിറ്റീവായാണ് കേരള സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണവും അതിൻ്റെ റിപ്പോർട്ടും മകൾ ഉന്നയിച്ച ആവശ്യം ന്യായമാണെന്നും ഗൗരവമുള്ള വിഷയമാണെന്നും വ്യക്തമാക്കുന്നതാണ്. എന്നാൽ തികച്ചും ന്യായമായ ഈ ആവശ്യത്തോട് സ്കൂൾ അധികൃതരിൽ നിന്നും ഉണ്ടായ പ്രതികരണങ്ങൾ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. നാട്ടിലെ സമാധാനം തകർത്തുന്ന തരത്തിലുള്ള നടപടിയാണ് ഉണ്ടായതെന്ന ആക്ഷേപം കുടുംബത്തെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. മകൾ ഷോൾ ധരിച്ചു വരുന്നത് മറ്റു കുട്ടികളിൽ ഭയമുണ്ടാക്കുമെന്ന് സമാനമായ വേഷം ധരിച്ച കന്യാസ്ത്രീകളായ അധ്യാപകർ പറഞ്ഞത് മകളെ അങ്ങേയറ്റം തളർത്തിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും മകളെയും എന്നെയും കുറ്റക്കാരാക്കി ചിത്രീകരിക്കുകയും ആവശ്യം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സമ്മർദ്ദങ്ങൾ താങ്ങാനാകാതെ മനോനില തന്നെ തകരാറിലാകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ന്യായമായ ആവശ്യമാണെങ്കിലും അതിൻ്റെ പേരിൽ രാഷ്ട്രീയവും വർഗീയവുമായ മുതലെടുപ്പിന് പലരും ശ്രമിക്കുന്നുവെന്നാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ സ്കൂളിൻ്റെ PTA പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വർഗീയമായ ഇടപെടൽ എനിക്കും എൻ്റെ മകൾക്കും വലിയ മാനസിക ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. അതിനാൽ ഈ സ്കൂളിലെ
മകളുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിൽ പഠനം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. അതോടെ ദുർവാശിയും ദുരഭിമാനവും മാറ്റിവെച്ച് മറ്റു കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സ്കൂൾ അധികൃതർ തയ്യാറാകുമെന്ന് കരുതട്ടെ. നാട്ടിലെ സമാധാനം തകർക്കാൻ ഞങ്ങളുടെ പേര് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് സ്കൂൾ അധികൃതരും PTAയും മറ്റ് തൽപരകക്ഷികളും പിന്മാറണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നുള്ള വളരെ മനോഹരമായൊരു കുറിപ്പോട് കൂടിയിട്ടാണ് ആ പിതാവ് തൻ്റെ തീരുമാനം അറിയിച്ചിട്ടുള്ളത്. ആ പിതാവിനെ പ്രശംസിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ കോമരങ്ങളുടെ വർഗീയ അജണ്ടകൾക്ക് തങ്ങൾ പാത്രമാകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമല്ല, ആ നീതിരാഹിത്യത്തിൻ്റെ മുൻപിൽ തല കുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനി തങ്ങൾ അവിടേക്കില്ല, തങ്ങളെ ഇനി ആരും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോഹരമായിട്ട് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇതൊരു വിവാദമായിട്ട് കേരളത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമല്ല, അങ്ങനെ കൊണ്ടുവരുത്താൻ പല ആളുകൾക്കും താല്പര്യമുണ്ട് എന്ന് ആ പിതാവ് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു. ആ കുടുംബം അതുകൊണ്ട് തന്നെ തങ്ങളെ വെച്ചുകൊണ്ടൊരു രാഷ്ട്രീയമാക്കി ഒരു വിഷയത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ എണ്ണമറ്റ സ്കൂളുകളുണ്ട്. ഏതെങ്കിലും സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലും നൽകുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ സ്വന്തം വ്യക്തിത്വം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിന് ശ്രമിക്കുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ, അഥവാ തല മറച്ചുകൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോയി ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ച് കളയൂ എന്ന് ചില ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പറഞ്ഞു എന്ന് ആ പിതാവ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. ആ ജനപ്രതിനിധിയാണെങ്കിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ താങ്കൾ തയ്യാറാവണം. അത് രാഷ്ട്രീയക്കാർ ആരാണെങ്കിലും ആ രാഷ്ട്രീയക്കാർ അവരുടെ മൂല്യമൊന്ന് അളക്കുന്നത് നന്നായിരിക്കും. ഏതായിരുന്നാലും ഒരു ജനാധിപത്യവാദികൾക്ക് അത്തരത്തിലുള്ളൊരു ന്യായം മുന്നോട്ട് വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി ഏതെങ്കിലും ജനാധിപത്യവാദങ്ങളുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ രാഷ്ട്രീയക്കാരെങ്കിൽ അവരുടെ രാഷ്ട്രീയം ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് കേരളത്തിന് ഏറ്റവും നല്ലത്. അതിന് മുൻകൈയെടുത്ത പിതാവിനെ മുക്തകണ്ഠം പ്രശംസിക്കാതിരിക്കാൻ തരമില്ല. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സ്കൂളിൻ്റെ ചൂട്ടുപിടിച്ച് നിയമം അംഗീകരിച്ചു കൊള്ളാമെന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ അവരുടെ നിലപാടുകൾ കേരളം വിലയിരുത്തുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്.